ഈ കേന്ദ്ര ഏജൻസി CBI അന്വേഷിക്കണം എന്ന് രമ ആവശ്യപ്പെടുന്നുണ്ട്. രമ അതിന്റെ പോരാട്ടത്തിലുമാണ്. ഇപ്പം 26 മുതൽ വളരെ പ്രധാനപ്പെട്ട കോടതിയിൽ ഇതുവരെ ബന്ധപ്പെട്ട വാദങ്ങൾ ആരംഭിക്കുകയുമാണ്. അങ്ങനെ ഈ കേസിന്റെ അർത്ഥതലങ്ങൾ പലതരത്തിൽ ഇനിയും മാറിയേക്കാം. ഇപ്പോൾ ഈ പുതിയ ഒരു വിഷയം KM ഷാജി ഉന്നയിച്ചു വരുന്നതിനെ കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളായിക്കോട്ടെ, സമൂഹത്തെ നടുക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിൽ, അതേപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ആസൂത്രണം നടന്നിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങളിൽ ഈ പറയുന്ന ആൾക്കാർ മാത്രമാണോ പ്രതികൾ എന്നത് അറിയാനുള്ള ഒരു അവകാശം സമൂഹത്തിനുണ്ട്. അത് നമ്മുടെ വിവരാവകാശത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമുള്ള ഏതാനും റാൻഡമായിട്ടുള്ള ചില ആൾക്കാർ ചേർന്നിട്ട് യാതൊരു വിധത്തിലുള്ള വ്യക്തിവിരോധവും ഇല്ലാത്ത ഒരാളിനെ വളരെ മൃഗീയമായ രീതിയിൽ കൊല ചെയ്യപ്പെടുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു കേസ്. ആ കേസിൽ നമ്മളോട് ലോജിക്കലായിട്ട് എന്താണ് നമ്മുടെ നാട്ടിലെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കോടതികൾ നമ്മളോട് എന്താണ് പറയുന്നത്? ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതികൾ വിധി പ്രസ്താവിക്കുന്നത് എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ സാമാന്യ യുക്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റാൻഡമായിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വലുകൾ, അത് പാർട്ടിയുടെ ഒരു കണക്ഷൻ ഉണ്ട് എങ്കിൽ പോലും ഏരിയ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഒക്കെയുള്ള കുറച്ച് റാൻഡമായിട്ടുള്ള ആൾക്കാർ ചേർന്ന് ഇങ്ങനെ ഒരാളിനെ കൊല്ലാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെയുള്ള ചില ആൾക്കാർ കൂടിയിരുന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളിനെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമോ? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ നാളെ അന്വേഷണം, അത് ഏത് നിലയ്ക്കുള്ള അന്വേഷണമാണെങ്കിലും ഇവരിലേക്ക് വരികയും അതുവഴി പാർട്ടി റിസ്കിലാവുകയും ചെയ്യും എന്നുള്ള ഒരു ബോധ്യം ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണോ ഇവിടെ ഉള്ളത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളില്ലേ? അപ്പോ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ റാൻഡമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഒരാളിനെ കൊന്നേക്കാം എന്ന് തീരുമാനിക്കേണ്ടുന്ന സാഹചര്യം പോലും ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഇതിന് ആരാണ് ഇത് കൊലപാതകത്തിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരുന്നിട്ട് ഗൂഢാലോചന നടത്തുന്നതിനും അതിന് വേണ്ടുന്ന പ്ലാനൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ഒക്കെ ധൈര്യം നൽകിയിരിക്കുന്നത് ആരാണ്? ഇവർക്ക് പിൽക്കാലത്ത് അവർക്ക് നിയമപരമായിട്ടുള്ള സഹായം നൽകിയിരിക്കുന്നത് ആരാണ്? ഇവരൊക്കെ ഇതിൽ പല ആൾക്കാരും ജയിലിലൊക്കെ കിടക്കുന്ന സമയത്ത് തന്നെ പാർട്ടിയുടെ പല ചുമതലകളിലേക്കും ഒക്കെ വരുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഈ പ്രതിയെ ഏരിയ കമ്മിറ്റിയിലേക്ക് ജയിലിൽ കിടക്കുമ്പോഴാണ് ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നത് കുഞ്ഞനും തന്നെ. ഒപ്പം രമ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീജിത്ത്. ഈ ഇത്രയധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ഒരു സംസ്ഥാനം, നമുക്ക് ഒരു വലിയ ലിസ്റ്റുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയതെന്നും പ്രത്യേക ലിസ്റ്റുണ്ട്. അവിടെ ഇത്രയധികം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മാത്രമാണ്. ഒപ്പം 34ഓളം പേരുണ്ടായിരുന്നു പട്ടികയിൽ. പക്ഷേ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 12ആയി ചുരുങ്ങുകയാണ്. അതിൽ വീഴ്ച എവിടെ സംഭവിച്ചു എന്നുള്ള ചോദ്യം രമയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷെ പലരും ഉന്നയിക്കുന്നുമുണ്ട്. ആരാണ് ആ സമയത്ത് ഭരിച്ചിരുന്നത് എന്നൊക്കെ അറിയാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. അല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കുറേയധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ശിക്ഷ ശരിവെച്ചു എന്നതുകൊണ്ടോ, നേരത്തെ ശിക്ഷിക്കപ്പെടാതിരുന്ന രണ്ടാൾക്കാരെ തിരിച്ചു വിളിച്ചിട്ട് അവർക്ക് ശിക്ഷ നൽകി എന്നതുകൊണ്ടോ ഇതിന്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു ക്ലോഷറിലേക്ക് ഈ കേസ് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൂ കിൽഡ് ജെസിക്ക എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഈ കൊല ചെയ്തത് കണ്ടു, പക്ഷേ വൈ ദേ കിൽഡ് എന്നൊരു ചോദ്യമില്ലേ? അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നുള്ളത് ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു CBI എൻക്വയറി ഉണ്ടാകണം. അപ്പൊ അന്വേഷണ ഏജൻസി, അന്വേഷണ ടീമുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ പോലും പറഞ്ഞു ഇതിലുള്ള ഫൈനാൻഷ്യൽ ട്രെയിൽ ഉണ്ട്. ആ ഫൈനാൻഷ്യൽ ട്രെയിൽ എന്താണ് എന്നതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കൂടുതൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്നത് ഒരു കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് എന്ന് പറയുമ്പോഴാണ് CBI എൻക്വയറിയുടെ ഒരു സാധ്യത തന്നെ ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ CBI എൻക്വയറിയിലേക്ക് അത് പോകുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് മറ്റു പല വിഷയങ്ങളും നമ്മളിവിടെ കണ്ടിട്ടില്ലേ? ഇവിടെ വിവാദമായിട്ടുള്ള മറ്റു പല വിഷയങ്ങളിലും പരാതിക്കാരിയായിട്ടുള്ള വിവാദ നായിക ഒരു പരാതി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന സമയത്തേക്ക് ശരി, ഈ വിഷയം നമുക്ക് അവിടെ വിടാം, ഈ വിഷയം ഇന്ന ഏജൻസിക്ക് വിടാം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് തയ്യാറുള്ള ഒരു സർക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം നടന്നിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു പരിധി വരെയുള്ള ആൾക്കാരിലേക്ക് അന്വേഷണം എത്തിക്കോട്ടെ, അതിനു മുകളിലുള്ള ആൾക്കാരിലേക്ക്, ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഇവരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൾക്കാരിലേക്ക് ഇത് എത്തേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത്, നമ്മൾ ഈ പ്രതികൾ എല്ലാവരും തന്നെ ആരാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം, അവർ വെളിച്ചത്തേക്ക് വന്നതിന് ശേഷം പാർട്ടി അവരിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എൻക്വയറിയോ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളെയോ ഒന്നും തന്നെ ഇവർക്ക് ബാധകമല്ല, ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇവർക്ക് എന്തോ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു നിയമ സംവിധാനമുണ്ട് എന്ന രീതിയിലത്തേക്ക് ആൾക്കാരൊക്കെ തീരുമാനമെടുക്കുന്നു. അതിനുശേഷം പിന്നീട് എത്രയോ കാര്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അവര് ജയിലിൽ അവർക്ക് ഏത് രീതിയിലുള്ള ലക്ഷറിയാണ് കിട്ടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ ചികിത്സാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പിന്നീട് ഇതിൽ പല ആൾക്കാരും പുറത്തു വരുന്ന
സമയത്ത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പാർട്ടി സംവിധാനമൊക്കെ ഇവരെ പിന്തുണയ്ക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും കുറഞ്ഞ കാലയളവ് ജയിലിൽ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് കുഞ്ഞനന്തൻ. ഏറ്റവും കൂടുതൽ പരോള് കിട്ടിയ നേതാവ് കൂടിയാണ് കുഞ്ഞനന്തൻ. അതെ അതെ, അല്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ പരോളിന്റെ ചരിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അർഹതയുണ്ടായാലും ഇല്ലെങ്കിലും നേടിയെടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ഇവർ ജയിലിൽ കിടക്കുകയാണ് എങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും ഏകദേശം ഒരേ ലൈഫ് സ്റ്റൈലിൽ കഴിയുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൗകര്യം ഇവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം, CPM ഏതെങ്കിലും ഒരു നേതാവിനോട് ചോദിക്കുകയാണ്, ദാ ഇവിടെ P. മോഹനൻ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിധി ശരിയാണ് എന്ന് പറയും. നേരെ മറിച്ച് മറ്റ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ പാർട്ടി ബന്ധുക്കളാണല്ലോ, പാർട്ടിയുടെ അംഗങ്ങളാണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ ഇതിനെ എതിർത്തും പറയും. അപ്പോൾ ഒരേ സമയം തന്നെ ചില കാര്യങ്ങളിൽ ഈ വിധി നല്ലതാണ്, കോടതി ശരിയാണ്, നല്ല കോടതിയാണ് എന്ന് പറയുകയും ചില കാര്യങ്ങളിൽ എതിർത്ത് പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്യൂപ്ലിസിറ്റി ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ തന്നെ പോകട്ടെ. ഇവരെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഏത് പാർട്ടിയെ പറ്റിയാണ് പറയുന്നത്? സഭയിലടക്കം ശ്രീമതി KK രമയെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ? ആ മഹതി വിധവയായി പോയത് അവരുടെ വിധി, ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിയിലേക്ക് സംസാരിക്കുകയും അതിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിരുന്ന സമയത്ത് ശ്രീ MM മണി ആദ്യം ആ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ല. പിന്നീട് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അതൊക്കെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നത് എന്നതൊക്കെ നമുക്കറിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഒരു കൊലപാതകത്തിന്റെ പേരിൽ അതിൽ നീതി കിട്ടണം, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കണം എന്നുള്ള ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി നടത്തുന്ന ഒരു സ്ത്രീയെ ഈ രീതിയിലത്തേക്ക് തീരെ മനുഷ്യത്വ വിരുദ്ധമായ രീതിയിലത്തേക്കൊക്കെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിനോടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഇത് നീതിയുക്തം അന്വേഷിക്കുമെന്ന്. ആ നീതി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണോ പറയുന്നത്? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതിന് അനുകൂലമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഇത്തരത്തിൽ ഏതായാലും KM ഷാജിയുടെ പ്രസംഗം അത് വലിയ രാഷ്ട്രീയ തലത്തിൽ ചർച്ചയായിട്ട്. നന്ദി ശ്രീജിത്ത് ഈ വിഷയത്തിൽ പങ്കെടുത്തതിന്. KK രമ RMP നേതാവ്.